സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ മൾട്ടിപ്പിൾ ബോൺ മാരോ ക്യാൻസർ ആണെന്ന് പറഞ്ഞത്. ഒരു ട്യൂമർ ഉണ്ടായിരുന്നത് സർജറി ചെയ്ത് എടുത്ത് കളഞ്ഞായിരുന്നു. 3 മാസം ആയിരുന്നു. ഇതിപ്പോൾ 4ാമത്തെ മാസമാണ്. ഇതിനു മുന്നേ എഴുന്നേക്കാനൊന്നും പറ്റില്ലായിരുന്നു. ഇപ്പോൾ എഴുന്നേറ്റിരിക്കാനൊക്കെ തുടങ്ങി. ഇപ്പം നല്ല മാറ്റമുണ്ട്. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെ പേഷ്യന്റ് ബന്ധുവാണുള്ളത്. ഇവരിവിടുന്ന് 4 മാസത്തോളമായി മരുന്ന് വാങ്ങി കഴിക്കുന്നുണ്ട്. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം തുടക്കം മുതൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായിരുന്നെന്നും ഇവിടെ വരുന്നതിന് മുമ്പ് ഇവർക്കുണ്ടായിരുന്ന പ്രോബ്ലംസിനെ പറ്റിയും. പുനർജൻ ആയുർവേദ മരുന്ന് കഴിച്ചിട്ട് ഇവരുടെ വ്യത്യാസങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ. സാർ നമസ്കാരം. സാറിന്റെ പേര്? സുരേഷ്. പേഷ്യന്റ് ആരാണ് സാറിന്റെ? ഫാദറാണ്. ഓ, അച്ഛന്റെ പേരെന്താ? മോഹൻ റാവു. വയസ്സോ? 74 അല്ലേ? ഓക്കെ. എവിടെ നിന്നാ വരുന്നത്? ഞാനിവിടെ ഹൈദരാബാദിൽ നിന്നാണ് വരുന്നത്. ഓക്കെ. സ്റ്റാർട്ടിങ്ങില് എന്ത് ക്യാൻസർ ആയിട്ട് ഇവിടേക്ക് വരുന്നത്? ഡോക്ടർ അതിനെപ്പറ്റി എന്തൊക്കെയാണ് നിങ്ങളോട് അന്നേരം പറഞ്ഞിരുന്നത്? സ്റ്റാർട്ടിങ്ങില് ബാക്ക് പെയിൻ ഓവറായിട്ടുണ്ടായിരുന്നു. പെയിൻ നല്ല രീതിയിലായപ്പോൾ സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കി. അത് മൾട്ടിപ്പിൾ ബോൺ മാരോ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ബാക്ക് സൈഡിൽ എന്തോ ഒരു ട്യൂമർ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സർജറി ചെയ്ത് അതെടുത്ത് കളയുകയും ചെയ്തു. അതിനുശേഷം കീമോയോ റേഡിയേഷനൊക്കെ ചെയ്യണമെന്ന് അവർ പറഞ്ഞായിരുന്നു. അതെന്താന്ന് വെച്ചാൽ ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തു ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവോ അതോ ഇല്ലയോ. എന്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ ഈ പുനർജൻ ഹോസ്പിറ്റലിനെ പറ്റി അറിയുന്നത്. സാറിന്റെ ഫ്രണ്ട് ഇതിനു മുന്നേ ഇവിടെ നിന്ന് മരുന്ന് വാങ്ങിയിട്ടുണ്ടോ? അതെ, അവൻ എന്നോട് പറഞ്ഞു അവന്റെ ഫാദറിന് നല്ല മാറ്റമുണ്ടെന്ന്. അദ്ദേഹത്തിന് നല്ല റിക്കവർ ആയെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാന്ന് വിചാരിച്ചു. ഓക്കെ. ഇപ്പോ 4 തവണയായില്ലേ ഇവിടെ നിന്ന് മരുന്ന് വാങ്ങാൻ തുടങ്ങിയിട്ട്? ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഇവിടെയുള്ള ആരോടെങ്കിലും എൻക്വയറി ചെയ്തിരുന്നോ? ഇവിടെയുള്ള പേഷ്യന്റിനോട് എൻക്വയറി ചെയ്തപ്പോ എന്ത് ഫീഡ്ബാക്ക് ആണ് നിങ്ങൾക്ക് കിട്ടിയിരുന്നത്? എല്ലാവരും നന്നായി തന്നെയാണ് പറഞ്ഞത്. ഞാനിവിടെ വരുന്ന സമയത്ത് ഇവിടെ സെക്കൻഡ് ടൈം വരുന്നവരുണ്ടായിരുന്നു, തേർഡ് ടൈം വരുന്നവരുണ്ടായിരുന്നു. അവരോടൊക്കെ ചോദിച്ചപ്പോൾ ഇത് നല്ല ഹോസ്പിറ്റലാണ്, എല്ലാവരും നല്ല രീതിയിലാണ് പറഞ്ഞത്. പേഷ്യന്റിന് ഇതൊരു 3 മാസം കൊടുത്തായിരുന്നു. ഇതിപ്പോ 4ാമത്തെ മാസമാണ്. അതെ അതെ അതെ. സോ ഇപ്പോഴത്തെ സാഹചര്യത്തില് വളരെ നല്ല മാറ്റമുണ്ട്. ഇതിനു മുന്നേ എഴുന്നേറ്റിരിക്കാനൊന്നും സാധിക്കില്ലായിരുന്നു. ഇപ്പൊ എഴുന്നേറ്റിരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് കുറച്ചും കൂടെ ഒന്ന് സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കണമെങ്കിൽ കുറച്ചുകൂടെ ബാലൻസ് വരണമെന്ന് തോന്നുന്നു. എഴുന്നേക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. പക്ഷേ മുൻപഴത്തെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആണ് ഇപ്പോ. എല്ലാ വിധത്തിലും നല്ല രീതിയിലാണ് ഉള്ളത്. ഫുഡ് എവറിത്തിങ് ഓക്കെയാണ്. ഇതിനു മുമ്പ് എന്തെങ്കിലും ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ? അതായത് പാരമ്പര്യമായിട്ട്? ഇല്ല, ആർക്കുമില്ല. ആദ്യമായിട്ട് അച്ഛനാണ് വന്നത്. ഇത് എന്തുകൊണ്ടാ വന്നേന്നുള്ള എന്തെങ്കിലും ധാരണയുണ്ടോ സാറിന് ഇതിനെ പറ്റിയൊക്കെ? എന്താന്ന് വെച്ചാ ഓൾറെഡി അച്ഛന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. കൂടുതൽ നേരം കിടക്കലാണ് പതിവ്. എഴുന്നേറ്റ് നിൽക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് വീട്ടില് കിടന്ന കിടപ്പ് തന്നെയായിരുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിടന്നതുകൊണ്ട് ബോൺ കുറച്ച് വീക്കായി പോയി. അതുകൊണ്ട് എങ്ങനെ സംഭവിച്ചെന്ന് അവര് പറയുന്നത്. ഡോക്ടർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഏജ് ആയിട്ടുള്ള എല്ലാ ആളുകളിലും ഇതിനുള്ള സാധ്യത കൂടുതലാണെന്നാണ്. പർട്ടിക്കുലർ ആയിട്ട് ഒരാൾക്ക് വന്നതല്ല എന്നാ പറഞ്ഞത്. സോ അതുകൊണ്ട് വന്നു എന്നാണ് പറഞ്ഞത്.